ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് റവ ദോശയുടെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായി നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് റവ ദോശ. സാധാഗതിയിൽ നമ്മൾ സാധാ ദോശയൊക്കെ ചുടുന്ന സമയത്ത് 8 മണിക്കൂറോളം കുതിർത്ത് വെക്കണം. പിന്നെ അത് നമ്മൾ അരച്ച് പിന്നെ അത് ഒന്ന് സെറ്റാകാൻ വേണ്ടി പിന്നെ ഒരു 6-7 മണിക്കൂർ നമ്മൾ വെക്കണം. ഇതൊന്നുമില്ല, വളരെ സിമ്പിളായി നമുക്ക് മാവ് തയ്യാറാക്കിയ ഉടനെ തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന ഒന്നാണ് റവ ദോശ. അത് നമ്മൾ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയാണ്. ഒരല്പം ഗോതമ്പ് പൊടി കൂടി ചേർത്താണ് നമ്മളിത് പൊടിച്ചെടുത്തിരിക്കുന്നത്. പൊടിച്ചെടുത്ത റവ നമ്മളൊരു കപ്പിലേക്ക് ചേർത്തു. ആ കപ്പിലേക്ക് നാടൻ കട്ട തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരല്പം വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈരിൻ്റെ അളവ് എന്ന് പറയുന്നത് 1/3, അതായത് നമ്മളെടുത്ത റവയ്ക്ക് 1/3 തൈര് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മളെ മാവ് ഒരുപാട് ലൂസാകാൻ വേണ്ട, അതേ സമയത്ത് ഒരുപാട് കട്ടിയാകുകയും ചെയ്യാൻ നമുക്ക് കിട്ടണം. ഒരല്പം കൂടി വെള്ളം ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതോടൊപ്പം ഒരല്പം ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരല്പം കൂടി വെള്ളം ഒഴിച്ച് ഞാൻ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ദോശ ചുട്ടെടുക്കാവുന്നതാണ്. സാധാ ഇരുമ്പ് ചട്ടിയിലോ അതല്ല ദോശ ഇടാൻ വേണ്ടി നമുക്ക് നോൺ സ്റ്റിക്ക് പാനോ എന്ത് വേണം എടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. വളരെ എളുപ്പം തന്നെ നമുക്ക് വീടുകളിൽ തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണ് റവ ദോശ. നിങ്ങളെല്ലാവരും തന്നെ വീടുകളിൽ തയ്യാറാക്കി നോക്കുക. മറ്റു ദോശകൾ മൂടി വെക്കുന്നത് പോലെ മൂടി വെച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ വെന്തിട്ടതാണ്. നമ്മൾ ഒരല്പം നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ റവ ദോശയ്ക്ക് ഒരല്പം കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് മാവിനകത്തേക്ക് പച്ചമുളക്, ക്യാരറ്റ്, അതേപോലെ ചെറിയ ഉള്ളി ഇവയെല്ലാം അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ വീടുകളിൽ റവ ദോശ തയ്യാറാക്കി നോക്കണം. അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. ഒപ്പം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം.